ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒലിപ്പാറ 4 സെന്റ് ചേപ്പോട്ടൽ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഒലിപ്പാറ 4 സെന്റ് ചേപ്പോട്ടൽ കോൺക്രീറ്റ് റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവരും ചിലപ്പോൾ എല്ലാ ദിവസവും ഈ റോഡ് ഉപയോഗിക്കുന്നവരാകില്ല. പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത അതാണ്. റോഡ് ഉപയോഗിക്കുന്നവരും എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നവരും ഒരുപക്ഷെ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും നാടിന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. നമ്മളിവിടെ ഒരു ലൈറ്റ് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന്റെ മുകളിൽ പ്രശ്നം പരാതി. എന്താണ് ഒരു ലൈറ്റ് കത്തിയത് കൊണ്ട് എന്ത് പ്രയാസമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്, അഥവാ പരാതി കൊടുക്കുന്നവർക്ക് ഉണ്ടാകുന്നത്? നാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തയ്ക്കും അപ്പുറത്ത് മനുഷ്യരെല്ലാവരും ഇന്നലെ ജീവിച്ചതിനേക്കാൾ സന്തോഷപ്രദമായി സൗകര്യപ്രദമായി ഇന്ന് ജീവിക്കുക എന്നതിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. മുണ്ടൂർശിക്കടവ് തടയണം, 4,34,00,000 രൂപയുടെ തടയണ, 400 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയുന്ന വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന തടയണ, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ കളിസ്ഥലം 1 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കി. രാത്രി കളിക്കണമെങ്കിലും ഫ്ലഡ് ലൈറ്റിൽ കളിക്കാൻ കഴിയുന്ന സൗകര്യം, അതിന് ലൈറ്റ് അന്വേഷിക്കാനും വാടക കൊടുക്കാനും പോകണ്ട, നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിക്കാൻ പോവുകയാണ്. ഫുട്ബോൾ വേണ്ടവർക്ക് ഫുട്ബോൾ, വോളിബോൾ വേണ്ടവർക്ക് വോളിബോൾ, ഒരു വോളിബോൾ കോർട്ട് ഉണ്ടെങ്കിൽ 2 ഷട്ടിൽ കോർട്ടാണ്, ഷട്ടിൽ കളിക്കേണ്ടവർക്ക് അങ്ങനെ, നടക്കണമെങ്കിൽ നടപ്പാത, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതിന്റെ ഭാഗമായി സാധ്യമാക്കുകയാണ്. ബാപ്പുജി പാർക്ക് 10 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതാണ്. പല കളി ഉപകരണങ്ങളും കളിയിടങ്ങളും കേടുവന്നു പോയിരുന്നു. അവിടെ ഇപ്പോൾ അതെല്ലാം കേടുവന്നവ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ അത് പുനഃസ്ഥാപിക്കുകയും ഉള്ള സൗകര്യങ്ങളെ വിപുലപ്പെടുത്തുകയും ഗാന്ധി പ്രതിമയിലേക്ക് രാത്രി ലൈറ്റൊക്കെ വെച്ച് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ പ്രദേശം എന്ന നിലയിലുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചിലർ പറയുന്നുണ്ട് ഷെഡും കുന്ന് എന്ന് ഒന്നുകൂടി പറയണം. അപ്പൊ ഞാൻ പറയാ ഷെഡും കുന്ന് അത് പറയുന്നതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല. ശ്രീകൃഷ്ണപുരം ഷെഡും കുന്നത്താണ് നമ്മുടെ ബാപ്പുജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് നല്ല നിലയിൽ 1 കോടി രൂപ ചെലവിൽ നമ്മൾ നവീകരിക്കുകയുണ്ടായി. ഇത് ഇലക്ഷൻ വരുന്നത് കണ്ടിട്ട് ചെയ്തതല്ല കേട്ടോ. നമുക്ക് അങ്ങനെ സർക്കാർ പണം കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. ഭരണാനുമതി, സാങ്കേതികാനുമതി, ടെൻഡർ, എഗ്രിമെന്റ്, പ്രവൃത്തി പൂർത്തീകരണം, 5 ഘട്ടമുണ്ട്. മിനിമം 6 മാസം സമയമെടുക്കും ഒരു പ്രവൃത്തി. ഇതൊക്കെ 1 വർഷവും 2 വർഷവും മുമ്പ് ആലോചന നടത്തി ചെയ്തിട്ടുള്ളതാണ്. ഉപരിതലം കോൺക്രീറ്റ്, പാർശ്വഭിത്തി സംരക്ഷണം എന്നിവ പ്രവൃത്തിയിൽ ഉൾപ്പെട്ടിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VC ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ B രാജേഷ് എന്നിവർ സംസാരിച്ചു.